കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ പരിക്കേറ്റ 10ാം ക്ലാസ്സുകാരൻ മരിച്ചത് ചുങ്കം പാറോലക്കുന്ന് സ്വദേശി മുഹമ്മദ് ഷഹബാസ്. മരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുലർച്ചെ. പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി താമരശ്ശേരി പോലീസ്. മരണത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു. പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞു. ഷഹബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും കേസെടുക്കുമല്ലോ പോലീസ്. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് ഏട്ടാ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത്. താമരശ്ശേരിയിൽ സംഘർഷത്തിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഞെട്ടിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നത് മുഹമ്മദ് ഷഹബാസിനെ ആക്രമിച്ച വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലെ സന്ദേശം. ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലുമെന്ന് സന്ദേശത്തിൽ. സംഭവത്തിൽ ക്ഷമ ചോദിച്ച ആക്രമി സംഘത്തിലെ ഒരു കുട്ടിയുടെ ശബ്ദ സന്ദേശം. ഷഹബാസേ, എന്തേലുണ്ടേ പൊരുത്തപ്പെട്ടാട്ടോ. ഞാൻ എന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ, ഞങ്ങൾ ചുറക്ക് നിൽക്കില്ല. ഇനി പിന്നെയും ഇനി ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചുറക്ക് നിന്നില്ലല്ലോ. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞു ഇല്ലല്ലോ. ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയില്ലെന്നും സന്ദേശത്തിൽ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിന്റെ മൊഴിയെടുത്തു. കുടുംബത്തിന്റെ കടബാധ്യതയെക്കുറിച്ച് അറിയില്ലെന്ന് മൊഴി. വിദേശത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട് മകനെ അറിയിച്ചിരുന്നില്ല. വീട്ടുകാരുമായി നിരന്തരം ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നെന്നും റഹീം. എറണാകുളം വടക്കൻ പറവൂരിൽ ആനയിടഞ്ഞു. 12 കിലോമീറ്ററോളം ആന നടന്നു നീങ്ങി. പോലീസും എലഫന്റ് സ്ക്വാഡും എത്തി ആനയെ തളച്ചു. കണ്ണൂർ ആറളം ഫാമിൽ വീണ്ടും കാട്ടാന ആക്രമണം ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്ത ദമ്പതികൾക്ക് നേരെ. ലോകത്താരോടെ കാനത്തൊന്നും കഴിക്കുന്നില്ല. കാനത്ത് കഴിച്ചെങ്കിൽ അതേപോലെ രീതിയിൽ നിൽക്കണോ? പറഞ്ഞ പോലെ കേട്ടിട്ട് നിൽക്കണോ? ഇങ്ങനെ മാനസിക രോഗാക്കൽ 3 കൊല്ലം ഞാൻ സഹിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നില്ലേ? അല്ലേ? വേണ്ടെന്നില്ലേ? വേണ്ട. നിങ്ങളോട് തന്നെ പറയുന്നത്, നിങ്ങൾ ഉപ്പാടെ പറയുന്നത് 3 തലാക്ക് ഞാൻ ചൊല്ലി. എനിക്ക് നിങ്ങളെ മോള് വേണ്ട. ഓക്കെ, നിങ്ങളെ കാനത്ത് കഴിച്ചോണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ. വീണ്ടും ഓൺലൈനിലൂടെ മുത്തലാഖ്. കാസർഗോഡ് യുവതിയെ വാട്സാപ്പിലൂടെ മൊഴി ചൊല്ലിയെന്ന് പരാതി നെല്ലിക്കോട്ട സ്വദേശി അബ്ദുൾ റസാഖിനെതിരെ. സ്ത്രീധനത്തിന്റെ പേരിൽ ഭക്ത് വീട്ടിൽ നിന്നും പീഡനം നേരിട്ടെന്നും യുവതിയുടെ കുടുംബം. കോഴിക്കോട് നവവധു തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് പയ്യോളി സ്വദേശി ആർദ്ര ബാലകൃഷ്ണൻ. വാണിജ്യാവശ്യത്തിലുള്ള പാചകവാതക സിലിണ്ടർ വില കൂട്ടി. 19 കിലോ സിലിണ്ടറിന് കൂട്ടിയത് 6 രൂപ. കൊച്ചിയിൽ സിലിണ്ടറിന് 1812 രൂപയായി. ആശാവർക്കർമാരുടെ സമരത്തെ പ്രതിരോധിക്കാൻ പുതിയ നീക്കവുമായി സർക്കാർ. പുതിയ ഹെൽത്ത് വളണ്ടിയർമാരെ തേടാൻ നാഷണൽ ഹെൽത്ത് മിഷൻ നിർദ്ദേശം. സമരക്കാർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള ദുഷ്ടബുദ്ധിയെന്ന് ആശാപ്രവർത്തകർ. നമ്മുടെ ഡിമാൻഡ് നേടിയെടുക്കുന്നവരെ നമ്മൾ ഈ സമരത്തിൽ ഉറച്ചുന്നത്. എന്തായാലും അവർക്കും ശമ്പളം കിട്ടാതാകുമ്പോൾ തെരുവിലൊക്കെ ഇറങ്ങുമല്ലോ. അപ്പോൾ നമ്മുടെ ശക്തി കൂടുമല്ലോ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം 20ാം ദിനം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരം. ഛർദിയെ തുടർന്ന് ശ്വാസതടസ്സം മൂർച്ഛിച്ചു. കൃത്രിമ ശ്വാസം നൽകുന്നു. മാർപ്പാപ്പയെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചെന്ന് വത്തിക്കാൻ. You're gambling with the lives of millions of people. You're gambling with World War III. You're gambling with World War III. And what you're doing is very disrespectful to the country, this country. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ചയിൽ വൈറ്റ് ഹൌസിൽ നാടകീയ സംഭവങ്ങൾ. ഇരു നേതാക്കളും തമ്മിൽ വാക്കേറ്റം. 3ാം ലോക മഹായുദ്ധത്തിന് ശ്രമിക്കുകയാണോ എന്ന് ട്രംപിന്റെ ചോദ്യം. ട്രംപിന്റെ നിർദ്ദേശങ്ങൾ തള്ളി സെലൻസ്കി.